ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മൊഡ്യൂളർ 2 അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പലർക്കും 2 നമ്പേഴ്സ് തരുമ്പോൾ അതിൻ്റെ മൊഡ്യൂളർ 2 ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് വൺ, ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ് എങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ ഒരു എക്സാമ്പിൾ നോക്കാം. 4 ബിറ്റ്സ് ഉള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണ്. 1 1 0 0 XOR 0 1 1 0. നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ 0യും 0യും 0 തന്നെ വരും. 0യും 1 എടുക്കുമ്പോൾ എത്ര വൺസ് ഉണ്ട്? 1 ആണ്. സോ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. സോ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1ഉം 1 എടുക്കുമ്പോൾ എത്ര 1 ഉണ്ട്? 2 1 വരുന്നുണ്ട്. സോ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്. സോ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ദെൻ 1 0 എടുക്കുമ്പോഴും ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. സോ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. ഇനി സപ്പോസ് നമുക്കൊരു 4 ബിറ്റ്സ് ഉള്ള 3 നമ്പേഴ്സ് എടുത്ത് നോക്കാം. സോ 1 1 1 1 XOR 1 0 1 0 1 0 0 0. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 0 0. അപ്പോൾ ഒരു 1 ഉള്ളൂ. സോ ഓഡ് നമ്പർ ഓഫ് വൺസ് 1. ദെൻ 1 1 0. സോ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്. സോ ഔട്ട്പുട്ട് 0. ദെൻ 1 0 0. സോ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. ഔട്ട്പുട്ട് 1. ദെൻ 1 1 1. സോ ഈ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. വീണ്ടും ഔട്ട്പുട്ട് 1. സോ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഈ രീതിയിൽ എത്ര നമ്പേഴ്സ് വന്നാലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.